ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്സി നോമാഡ്സ്. ഈ ഓട്ടപ്പാച്ചിൽ കണ്ടില്ലേ, ഇതിലേക്കാളും പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു ന്യൂ ഇയർ ഇൻ പാരീസ്. അതുകൊണ്ട് തന്നെ തുണിയൊന്നും ഇടാനില്ല എന്നും പറഞ്ഞ് അലമാരിയിൽ അന്താളിച്ച് നോക്കി നിൽക്കുന്ന എന്നെ നിങ്ങൾക്ക് കാണാം. ജോമിയുടെ ഷെങ്കൻ വിസ ജാനുവരി 10 തീരുമായിരുന്നു. സോ ജോമിക്ക് വിസ തീരുന്നതിന് മുമ്പ് പാരീസ് വരെ പോയി ഐഫൽ ടവറൊക്കെ ഒന്ന് കാണണം എന്നൊരാഗ്രഹം. പിള്ളേരെന്തെങ്കിലും ഒരു ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ അത് സഹായിച്ചു കൊടുക്കണം എന്നാണല്ലോ. സോ ഞാനും ഓക്കെ പറഞ്ഞു. ന്യൂ ഇയർ ടൈം ആയതുകൊണ്ടും പെട്ടെന്ന് ചെയ്ത ബുക്കിങ്സ് ആയതുകൊണ്ടും നമുക്ക് അത്ര നല്ല ഡീൽസ് ഒന്നും അല്ല കിട്ടിയത്. കുറച്ച് എക്സ്പെൻസീവ് ട്രിപ്പായിരുന്നു ഇത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഡോവർ എന്ന് പറഞ്ഞൊരു പോർട്ട് ടെർമിനലിലാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 hours ഓഫ് ട്രാവലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഫ്രാൻസിലെ കലൈസിലോട്ടൊരു ഫെറിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നോർമൽ ഫ്ലൈറ്റ്സിലെ പ്രൊസീജിയർ പോലെ എമിഗ്രേഷനും സെക്യൂരിറ്റി ചെക്കിനും ഒക്കെ ഇതിനുണ്ട്. സോ 1.5 മണിക്കൂർ മുമ്പ് നമ്മൾ നമ്മുടെ ടെർമിനലിൽ റിപ്പോർട്ട് ചെയ്യണം. നമുക്ക് 9 o'clock നമ്മുടെ ഫെറി. നമ്മൾ രാവിലെ 5 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 7 മണിയായപ്പോഴത്തേക്കിനും നമ്മൾ ടെർമിനലിൽ എത്തിയായിരുന്നു. ഇതൊരു വലിയ ഫെറി ആയിരുന്നു. ഓൾമോസ്റ്റ് 800 കാർസും 1500 പാസഞ്ചേഴ്സിനെ ഉൾക്കൊള്ളാൻ പറ്റിയ ഒരു ഫെറി ആയിരുന്നു ഇത്. ഇവിടെ ഫുഡ് മാർക്കറ്റ്, ബാറ്, ഗെയിം റൂംസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരുന്നു. ഫെറി കയറിയപ്പോൾ തന്നെ എനിക്ക് പുറത്ത് പോയി ഒന്ന് കാണാനൊരാഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി ലണ്ടനിൽ ആ ഒരു സമയത്ത് ഭയങ്കര ഒരു കാറ്റിൻ്റെയൊക്കെ ഒരു ടൈമായിരുന്നു. സോ ഒടുക്കത്തെ കാറ്റായിരുന്നു. നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പറന്നു പോകുന്ന പോലത്തെ കാറ്റായിരുന്നു. ഞാൻ യൂഷ്വലി നല്ല ഡീറ്റെയിൽ ആയിട്ട് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്താണ് പോവാറ്. പക്ഷെ ജോമിക്ക് ഒരു സ്പോണ്ടേനിയസ് ട്രിപ്പ് പോകണം എന്നൊരാഗ്രഹം. പക്ഷേ യൂറോപ്പിലൊക്കെ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്ത് ട്രാവൽ ചെയ്താൽ എപ്പോൾ പണി കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. ഞാനൊരു വാർണിംഗ് ജോമിക്ക് കൊടുത്തായിരുന്നു, പക്ഷേ ഹി ഡിഡ്ന്റ് കെയർ. നമുക്ക് ജസ്റ്റ് 1.5 മണിക്കൂർ സെയിലിങ്ങേ ഉണ്ടായിരുന്നുള്ളൂ കലൈസ് വരെ എത്താൻ വേണ്ടി. നമ്മളപ്പോൾ ഫെറിയിൽ നിന്ന് ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അങ്ങനെ 1.5 മണിക്കൂറത്തെ ട്രാവലിന് ശേഷം നമ്മളെ കലൈസ് എന്ന് പറഞ്ഞൊരു ടൗണിലേക്ക് അവർ കൊണ്ടുവിട്ടു. ഇത് ഫ്രാൻസിലെ ഒരു കുട്ടി ടൗണാണ്. ക്രിസ്മസിനോടും ന്യൂ ഇയറിനോടും ഒക്കെ അനുബന്ധിച്ച് അവിടെ ഇപ്പോഴും ക്രിസ്മസ് മാർക്കറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, പനിയ 2 എണ്ണത്തിന്. ഉച്ചയ്ക്ക് 2:30 നമ്മുടെ ട്രെയിൻ. നമ്മൾ 2:30 ട്രെയിൻ കയറി ഓൾമോസ്റ്റ് ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും പാരീസ് എത്തി. പാരീസിൻ്റെ ഒരു ഏരിയ ഫുള്ള് തമിഴിയൻസ് ആണ്. സോ ആ ഏരിയയിൽ പോയി കഴിഞ്ഞാൽ സാരികൾ, കുർത്ത, പിന്നെ കുറേ അവരുടെ റെസ്റ്റോറൻറ്റ്സ്, അങ്ങനെ മൊത്തത്തിലൊരു തമിഴ്നാട് വൈബാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഓൾറെഡി ന്യൂ ഇയറും ആയിരുന്നു. പിന്നെ നമ്മൾ പെട്ടെന്ന് എടുത്ത് സ്റ്റേ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല കത്തിയായിരുന്നു. നമ്മൾ പാരീസിൽ ഒരു ഡേ പോലും തികച്ചില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലെത്തി പെട്ടെന്ന് ഫ്രഷപ്പായിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങുമായിരുന്നു. സോ ന്യൂ ഇയർ പ്രമാണിച്ച് പാരീസിൽ വൈകിട്ട് 5 മണി തൊട്ട് 1-ാം തീയതി ഉച്ചയ്ക്ക് 12 മണി വരെ ഫ്രീ ട്രാവലാണ്. അതുകൊണ്ട് കുറച്ച് കാശ് അവിടെ ലാഭിച്ചു. നമ്മൾ ആദ്യം തന്നെ പോയത് ലൂവ്രെ മ്യൂസിയത്തിലായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് എല്ലാം ക്ലോസ്ഡ് ആയിരുന്നു. പിന്നെ പുറത്തുനിന്ന് ഈ ഒരു വ്യൂ ഒക്കെ കണ്ടിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി ഫുഡ് തപ്പി നടന്നു. ഞങ്ങൾ ഇത്ര നേരമായിട്ട് കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ വയ്യ. അങ്ങനെയല്ല, എനിക്കും വിശക്കുന്നുണ്ട്, പക്ഷെ കട അറിയത്തില്ല. പിന്നെ എങ്ങനെയാ? അങ്ങനെ അവസാനം നടന്ന് നമ്മൾ അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഞാൻ ലാസ്റ്റ് ടൈം വന്നപ്പോൾ ക്രേപ്സ് വിത്ത് ചീസാണ് ട്രൈ ചെയ്തത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. പിന്നെ ഞാൻ ഫ്രാൻസ് എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്നൊരു സാധനമായിരുന്നു. തവണ ഞാൻ അത് തന്നെയാണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. സോ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഐഫൽ ടവർ. ഐഫൽ ടവർ എല്ലാ അവേഴ്സിൻ്റെയും സ്റ്റാർട്ടിങ് 5 minutes ആയിരിക്കും സ്പാർക്കിൾ ചെയ്യുന്നത്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 9:30 ഒക്കെ ആയപ്പോഴത്തേക്കിനും ഐഫൽ ടവറിൻ്റെ അടുത്തെത്തി. ചിലവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഐഫൽ ടവർ ഭയങ്കര ഓവർ ഹൈപ്ഡ് ആണ്, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. പക്ഷേ ഞാൻ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് പോണത്. സ്റ്റിൽ അതെനിക്കൊരു കൗതുകകരമായ കാഴ്ചയായിരുന്നു. ഭയങ്കര ഒരു നല്ല രസം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാനൊക്കെ. ഐഫിലൊക്കെ കണ്ടിട്ട് നമ്മൾ ന്യൂ ഇയർ വെടിക്കെട്ട് കാണാൻ വേണ്ടി ആർട്ട് ഡേ ട്രയംഫിൽ പോയി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.
നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. ഇടയ്ക്ക് ചെറിയ ഉന്തും തള്ളും അങ്ങനെയൊക്കെ കുറച്ച് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതുവരെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ വെടിക്കെട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോകാൻ നോക്കിയപ്പോൾ എല്ലാ ഷോർട്ട് കട്ട് റൂട്ട്സും പോലീസ് ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. 12 മണി തൊട്ട് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ സമയം 2:30 ഇതുവരെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ എത്തിയിട്ടില്ല. 25 മിനിറ്റ് നടക്കാനുള്ള ജീന 2 മണിക്കൂർ കൊണ്ട് നടന്നു. എല്ലാം 2 പ്രാവശ്യം വെരിഫൈ ചെയ്തേ ജീന നടക്കത്തോളൂ. പിന്നെ അറിയാണ്ട് ഞാനൊരു ഹീൽസ് ഇട്ടത്. ഐ ആം ഡൺ. വയ്യാത്ത ജോമി, ഇനിയൊരു ചാൻസ് കിട്ടിയ ഈ നടന്ന വഴികളിൽ കൂടെ ഒക്കെ ഒന്നുകൂടെ നീ നടക്കും ജീന നടക്കും. ഇല്ല, എനിക്ക് ഓർക്കാൻ പോലും താല്പര്യമില്ല. അങ്ങനെ ഒരു മെട്രോ ഒക്കെ കയറി കഴിഞ്ഞ് പിന്നെ ഒരു ഊബറും കൂടി എടുത്ത് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 ആയപ്പോഴത്തേക്കിന് റൂമിലെത്തി. സോ നമ്മൾ ഇന്ന് തിരിച്ചു പോവാണ്. ഉച്ചയ്ക്കാണ് നമ്മുടെ ട്രെയിന്. ഇപ്പം ജസ്റ്റ് 1-2 സ്പോട്ട് കൂടെ കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതുകൂടെ കവർ ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ പോകും. നമുക്ക് ടൈം ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആയ മോൺമാട്രയിലോട്ട് ഒരു ഊബർ എടുത്താണ് പോകുന്നത്. സോ നമ്മൾ ഇവിടെ ഉള്ള മോൺട്ട്മാരെ ബസിലിക്കയിൽ വന്നിരിക്കുക. ഞാൻ കഴിഞ്ഞാണ് ഇവിടെ വന്നിട്ടില്ല, പക്ഷെ നല്ല രസമുണ്ട്. മോൺമാട്രയിലുള്ള സാക്രിക്കോൾ എന്ന് പറഞ്ഞ ബസിലിക്കയാണ് ഈ കാണുന്ന ചർച്ച്. It's like very huge and entry fee is absolutely free. And so it's a must visit spot in Paris. ഇവിടുന്ന് ഒരു €4 ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരീസിൻ്റെ ഒരു പനോറമിക് വ്യൂ കിട്ടും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അടുത്തുണ്ടായിരുന്ന ഒരു കഫേയിൽ പോയി. ജോമി ഓർഡർ ചെയ്തത് സാൽമൺ വിത്ത് അവക്കാഡോ ടോസ്റ്റ് ആയിരുന്നു. പക്ഷേ എനിക്ക് ഫിഷ് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഫ്രഞ്ചുകാരുടെ സ്വന്തം ക്വസോ ആണ് ഓർഡർ ചെയ്തത്. ഇതിന് വേണ്ടി ട്രെഞ്ച് കോട്ടൊക്കെ എടുത്തിട്ടതാണ്, പക്ഷെ നടക്കത്തില്ല, ഭയങ്കര തണുപ്പ്. മോൺമാട്രയിലെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ സ്ട്രീറ്റ്സ് ആണ്. നമ്മൾ അവിടെ പോയി സോവനിയേഴ്സും ചോക്ലേറ്റ്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. ന്യൂ ഇയർ ആയിട്ട് വീട്ടിലിരിക്കുന്ന ടെസയ്ക്ക് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണ്ടേന്ന് വിചാരിച്ചാൽ നമ്മൾ ഈ ചോക്ലേറ്റ് ഷോപ്പിൽ കയറി. സോ ഈ കാണുന്നതെല്ലാം ആക്ച്വലി ചോക്ലേറ്റ് ആണ് കേട്ടോ. ഈ കാണുന്ന ക്വിഗ്നറ്റ് എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് മാക്രോൺസ് വാങ്ങിച്ചു, കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചു, കുറച്ച് മാഷ്മെല്ലോ വിത്ത് വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ വാൾ ഓഫ് ലവ് കാണാൻ വേണ്ടി പോയി. ഈ വാൾ ഓഫ് ലവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ലാംഗ്വേജസിൽ ഐ ലവ് യു എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും അതിൽ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ മോൺട്ട്മാരെ വന്നു, നല്ല രസമുണ്ട്. പക്ഷെ ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനുള്ളതുണ്ട് ഇവിടെ. പക്ഷെ നമുക്ക് അതിനു വേണ്ടി സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങുക. പിന്നെ ഇവിടെ വരുമ്പോൾ പെട്ടി കൊണ്ടുവരാതിരിക്കാൻ നോക്കുക. നമ്മൾ ഇനിയും തിരിച്ച് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. നമുക്ക് അതിന് മെട്രോ എടുക്കണം. ആ M ലക്ഷ്യമാക്കിയാണ് നമ്മൾ നടക്കുന്നത്. ഇന്നലെ രാത്രി ഒരു M കാണാൻ വേണ്ടി ഞാൻ നെയ്ത നേർച്ചകളൊക്കെ. ഓൾറെഡി 12 മണി കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ടിക്കറ്റ്സ് എടുക്കണം. സോ നമ്മൾ ടിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് നമ്മളുടെ മെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് പാരീസ് ടു കലായിസ് ട്രെയിനിൽ കയറി. ഇവിടം തൊട്ടാണ് ഇന്നത്തെ പണികൾ തുടങ്ങുന്നത്. നമ്മൾ കലായിസ് വില്ലേജ് സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കിനും ഓൾമോസ്റ്റ് 6 മണിയായിരുന്നു. നമ്മുടെ ഫെറി വരുന്നത് 7 മണിക്കാണ്. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ മഴയും, നമ്മൾ ഫുള്ളി ഡ്രെഞ്ച്ഡായി. അവിടെ കയറി നിൽക്കാനൊന്നും സ്ഥലം ഉണ്ടായിരുന്നില്ല. ഫ്രാൻസിൽ പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ബസ്സസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ടാക്സിക്കും ഊബറിനും വേണ്ടി കുറേ ട്രൈ ചെയ്തെങ്കിലും അതൊന്നും അവൈലബിൾ അല്ലായിരുന്നു. നമ്മൾ ഓൾമോസ്റ്റ് ഉറപ്പിച്ചു നമ്മുടെ ഫെറി മിസ്സാവുമെന്ന്. ബട്ട് ലക്ലി ഒരു 20-25 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഊബർ കിട്ടി. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നാൽ ഐ ഹാവ് എ ടിപ്പ്. നമ്മൾ നിയർ ബൈ ഹോട്ടൽസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ലോക്കലി ഓടുന്ന ടാക്സിക്കാരുടെ നമ്പർ ഉണ്ടാവും. സോ ദേ ക്യാൻ അറേഞ്ച് വൺ ഫോർ യു. സന്തോഷമായോ? നമ്മുടെ ഫെറി ആക്ച്വലി 2 hours ഡിലേ ആണ്. അതുകൊണ്ട് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി എന്താണ്ടൊക്കെ തന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഫുള്ള് നനഞ്ഞ് ഇപ്പോൾ ഡ്രസ്സൊക്കെ മാറാനുള്ള പ്ലാനില്ല. നമുക്ക് ഫെറി പിടിക്കാനുള്ള ഓട്ടത്തിൻ്റെ ഇടയ്ക്ക് കഴിക്കാൻ പോലും സമയം കിട്ടിയില്ല. പക്ഷേ ഇവിടെ ആണെങ്കിൽ 2 hours പോസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെയുള്ള വെൻഡിങ് മെഷീനിൽ നിന്ന് അവിടെ കിട്ടിയ ഒരു ഫുഡൊക്കെ എടുത്തിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ചു. ജോമി, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? ജോമി, ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു? അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. നമ്മൾ വെൻഡിങ് മെഷീനിൽ നിന്ന്
റൈസും ചീസും ചിക്കനും പോലത്തെ ഒരു സാധനം എടുത്തു. അത് കഴിക്കാനുള്ള തത്രപ്പാടുകളാണ് ഈ കാണുന്നത്. കട്ടിയില്ലാത്ത നൈഫും ഫോർക്കും നന്നായി ഇങ്ങനെ ഇരിക്കും. നമ്മുടെ ഫെറി ശരിക്കും 7-നായിരുന്നു, പക്ഷെ ബാഡ് വെതർ കാരണം അത് 9-ലേക്ക് മാറ്റി വെച്ചിരിക്കുക. ഭയങ്കര മഴയൊക്കെ ഉണ്ട്, രണ്ട് സൈഡിലും നല്ല മഴയുണ്ട്. സോ അത് എത്തുമോന്നുള്ളത് കണ്ടറിയണം. ജോമിക്ക് നീന്താൻ അറിയാത്തത് കൊണ്ടാണ് ഒരു ടെൻഷൻ. ഞാൻ പിന്നെ നീന്തി കയറി വന്നതല്ലേ. യെസ്, നമുക്ക് ഫെറി കിട്ടി. ഇനി ഈ ഫെറി ആടി ഉലയുമോ മുങ്ങിത്താഴുമോ എന്നൊക്കെ അറിഞ്ഞാൽ മതി. ഫെറി കയറിയത് മാത്രമേ ഞങ്ങൾക്ക് ഓർമ്മയുള്ളൂ. നല്ല ടയേർഡായിരുന്നുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും നല്ലപോലെ ഉറങ്ങി. സോ വി ആർ ബാക്ക് ഇൻ ഇംഗ്ലണ്ട് സേഫ് ആൻഡ് സൗണ്ട്. ഇനിയുള്ള 2 hours ഡ്രൈവാണ്. നമ്മളെ ഗൂഗിൾ മാപ്പ് ഒരു ഊട് വഴി കൂടെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ വഴിയൊന്നും അല്ലായിരുന്നു. ഇത് ഭയങ്കര ഒരു കാട് പിടിച്ച ഒരു വഴി. ഇത് റോങ് ടേണിലൊക്കെ ആൾക്കാർ പോകുന്ന കൂട്ട് വഴിയാണ്. നമ്മൾ മോട്ടോർ വേ കയറി കഴിഞ്ഞ ഒരു 25-30 miles ഒക്കെ കൂടുമ്പം സർവീസസ് എന്ന് പറഞ്ഞൊരു സ്റ്റോപ്പ് ഉണ്ടാവും. അവിടെ റെസ്റ്റോറൻറ്റ്സ്, ടോയ്ലറ്റ്സ്, ഫ്യൂവൽ അങ്ങനത്തെ സർവീസസ് എല്ലാം അവൈലബിൾ ആയിരിക്കും. നമുക്ക് രണ്ടുപേർക്കും നല്ല ഉറക്കക്ഷീണം ഉള്ളതുകൊണ്ട് നമ്മൾ ഇടയ്ക്ക് ബ്രേക്ക് എടുത്തെടുത്താണ് ഡ്രൈവ് ചെയ്തത്. നമ്മൾ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കിനും സേഫായിട്ട് വീട്ടിലെത്തി. സോ വലിയ സാമ്പത്തിക നഷ്ടങ്ങളൊന്നും ഉണ്ടായില്ല. രണ്ടുപേരുടെയും ഫോണൊക്കെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് എ ഹാപ്പി ന്യൂ ഇയർ.